എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്ന ലാപ്ലേ ട്രാൻസ്ഫോമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ ലാപ്ലേ ട്രാൻസ്ഫോം എന്താണെന്നും അതുപോലെ തന്നെ ലാപ്ലേ ട്രാൻസ്ഫോം ഓഫ് 1 എങ്ങനെ കണ്ടെത്താമെന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോക്കകത്ത് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ച കുറച്ച് കാര്യങ്ങളായിരുന്നു ലാപ്ലേ ഓഫ് ടി എങ്ങനെ കണ്ടെത്താമെന്നുള്ള കാര്യം, ലാപ്ലേ ഓഫ് ടി സ്ക്വയർ, ലാപ്ലേ ഓഫ് ഇ ടു ദി പവർ എ ടി, ലാപ്ലേ ഓഫ് ഇ ടു ദി പവർ മൈനസ് എ ടി. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചെങ്കിലും അത് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് കൂടി നമ്മൾ കംപ്ലീറ്റ് ആക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് ലാപ്ലേ ഓഫ് ടി കണ്ടെത്താം. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്ന ആ ഒരു ഇക്വേഷൻ നമ്മൾ ഇന്നിവിടെ ഉപയോഗിക്കുന്നുണ്ട് ലാപ്ലേ ട്രാൻസ്ഫോം കാണാൻ വേണ്ടിയിട്ട്. അതായത് ലാപ്ലേ ഓഫ് എഫ് ഓഫ് ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അത് ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ ടു ദി പവർ മൈനസ് എസ് ടി എഫ് ഓഫ് ടി ഡി ടി ആണ്. അതായത് ഈ ഒരു ഫംഗ്ഷൻ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൽ ഓഫ് ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് എഫ് ഓഫ് ടിക്ക് പകരം ഇവിടെ ടി ആണ്. നമ്മളുടെ ഇക്വേഷൻ അങ്ങനെ മാറുന്നു നോക്കാം. അപ്പോൾ ഈ ഒരു ഇക്വേഷനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയുടെ ലിങ്ക് നമ്മൾ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ വീഡിയോയുടെ എൻഡിലും കൊടുക്കാം. അപ്പോൾ ഇവിടെ ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ ടു ദി പവർ മൈനസ് എസ് ടി, അതുപോലെ തന്നെ എഫ് ഓഫ് ടി, അതായത് ഇവിടെ എഫ് ഓഫ് ടിയുടെ വാല്യൂ ടി ആണ്, ഡി ടി. ഇനി നമുക്കിത് ഇൻ്റഗ്രേഷൻ ചെയ്യാം. അപ്പോൾ ഇൻ്റഗ്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ആണ് ഉപയോഗിക്കേണ്ടത്. അതുപോലെ തന്നെ 0 ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രലിൽ ലിമിറ്റ് വരുന്നത് കൊണ്ട് നമുക്കിവിടെ ഇംപ്രോപ്പർ ഇൻ്റഗ്രലിൽ സോൾവ് ചെയ്യാനുള്ള കൺസെപ്റ്റും കാര്യങ്ങളും ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. ഇവിടെ നമുക്ക് ഫസ്റ്റ് ഫംഗ്ഷനായിട്ട്, അതായത് ഐലേറ്റ് എന്ന് പറയുന്ന റൂള് വെച്ചിട്ടാണ് നമ്മൾ പൊതുവേ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്യാറുള്ളത്. അപ്പോൾ ആ റൂള് പ്രകാരം ടി എന്ന് വെച്ചാൽ ഓൾജിബ്രൈക്ക് ആണ്, അതുപോലെ തന്നെ ഇ എന്ന് വെച്ചാൽ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഫസ്റ്റ് ഓൾജിബ്രൈക്ക് ഫംഗ്ഷൻ, ശേഷം എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ. അപ്പോൾ ടി ആണ് ഇവിടെ ഫസ്റ്റ് ഫംഗ്ഷൻ, ഇ ടു ദി പവർ മൈനസ് എസ് ടി ആണ് ഇവിടെ സെക്കൻഡ് ഫംഗ്ഷൻ. അപ്പോൾ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് പ്രകാരം ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദി സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് 0 ടു ഇൻഫിനിറ്റി, ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റിൻ്റെ ഡെറിവേറ്റീവ്, ഫസ്റ്റ് ഫംഗ്ഷൻ ടി ആണ്, അതിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടിയിൽ 1 ആണ് വരിക. അതുപോലെ തന്നെ രണ്ടാമത്തെ ഇ ടു ദി പവർ മൈനസ് എസ് ടി ബൈ മൈനസ് എസ്, രണ്ടാമത്തേതിൻ്റെ ഇൻ്റഗ്രൽ. അപ്പോൾ മൊത്തത്തിൽ ഇവിടെ ഒരു ഡി ടി നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. വിച്ച് ഈസ് ഈക്വൽ ടു, ഇവിടെ നമ്മൾ ഈ ഒരു ലിമിറ്റ്, അതായത് 0 ടു ഇൻഫിനിറ്റി ഇതിന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ടോട്ടൽ റിസൾട്ട് 0 ആണ്. അതിനുശേഷം മൈനസ് ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി വരുന്നത് കൊണ്ട് തന്നെ നമുക്കിവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അതായത് ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ 0 ടു ബി ആക്കിയിട്ട് എഴുതും. അതായത് ഇൻഫിനിറ്റിയുടെ സ്ഥാനത്ത് നമ്മൾ ബി അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇ ടു ദി പവർ മൈനസ് എസ് ടി ബൈ മൈനസ് എസ് ഡി ടി. നെക്സ്റ്റ് സ്റ്റെപ്പിൽ മൈനസ് ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി, ഇവിടെ ഒരു മൈനസും ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്. അപ്പോൾ ആ മൈനസും പ്ലസ് ആക്കിയിട്ട് എഴുതാം. ഈ ഒരു 1/s നമുക്ക് പുറത്തോട്ടേക്ക് എടുക്കാം, ലിമിറ്റിൻ്റെ പുറത്തോട്ടേക്ക് എടുക്കാം. അതിനുശേഷം ഉള്ളിൽ ഇൻ്റഗ്രൽ ഇ ടു ദി പവർ മൈനസ് എസ് ടി ആണ് ഉണ്ടാകുക. അതായത് ഇൻ്റഗ്രൽ 0 ടു ബി ഇ ടു ദി പവർ മൈനസ് എസ് ടി ഡി ടി. അപ്പോൾ ഇ ടു ദി പവർ മൈനസ് എസ് ടിയുടെ ഇൻ്റഗ്രൽ നമുക്കതിന് കണ്ടുപിടിക്കണം. നെക്സ്റ്റ് സ്റ്റെപ്പിൽ 1/s ഇൻറ്റു ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ഇ ടു ദി പവർ മൈനസ് എസ് ടി ബൈ മൈനസ് എസ് എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ 0 ടു ബി വരെ ലിമിറ്റും ഉണ്ടാകും. അതിനുശേഷം ഇവിടെ മൈനസ് എസ് ഡിനോമിനേറ്ററിലുണ്ട്. ഇവിടെ നമുക്ക് ഡിനോമിനേറ്ററിലുള്ള ഈ ഒരു -1/s പുറത്തോട്ടേക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് -1/s² എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഉള്ളിൽ ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ഇ ടു ദി പവർ മൈനസ് എസ് ടി 0 ടു ബി വരെ ലിമിറ്റ് ഉണ്ട്. നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്ത് ഈ ഒരു ലിമിറ്റ് മൊത്തത്തിലൊന്ന് സോൾവ് ചെയ്യാം. അതായത് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്ത് പുറത്തുള്ള ഈ ഒരു ലിമിറ്റ് അപ്ലൈ ചെയ്ത് ഇത് സോൾവ് ചെയ്യാം. അപ്പോൾ നമുക്ക് -1/s² ഇൻറ്റു ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി, അപ്പർ ലിമിറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഇ ടു ദി പവർ മൈനസ് എസ് ബി, അതായത് ടിയുടെ സ്ഥാനത്താണ് ബി ഇട്ട് കൊടുക്കുന്നത്, മൈനസ് എസ് ബി മൈനസ് ഇ ടു ദി പവർ 0, അതായത് ഇ ടു ദി പവർ 0 ആണ് ഇവിടെ വരിക. കാരണം ടിയുടെ സ്ഥാനത്ത് 0 ആകുമ്പം എസ് ഇൻറ്റു 0 0, സോ ഇ ടു ദി പവർ 0 ഇവിടെ കിട്ടും. അതിനുശേഷം ഇത് സോൾവ് ചെയ്യാം. -1/s² ഇൻറ്റു ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി, ഈ ഒരു വാല്യൂവിൽ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ, അതായത് ഇ ടു ദി പവർ മൈനസ് എസ് ബി മൈനസ് ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ഇ ടു ദി പവർ 0 1 ആണ്. അപ്പോൾ അതായത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് നമ്മൾ ആ ഒരു ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഒരു രീതിയിൽ ബ്രാക്കറ്റ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് -1/s² ഇൻറ്റു ഇതിൻ്റെ ലിമിറ്റ് 0ലേക്കാണ് പോവുക.
അതുകൊണ്ട് 0 മൈനസ് 1 എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഫൈനലായിട്ടുള്ള ആൻസർ -1/s² ഇൻറ്റു -1 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 1/s². അതായത് ലാപ്ലേ ഓഫ് ടി എന്ന് വെച്ചാൽ എന്താണ്? 1/s² ആണ്. ഇനി നമുക്ക് ലാപ്ലേസ് ഓഫ് t² കണ്ടുപിടിക്കാം. അതിനു വേണ്ടിയിട്ട് ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി e⁻−st t² dt ചെയ്യാം. അതായത് നമ്മുടെ ലാപ്ലേ ട്രാൻസ്ഫോം കാണേണ്ട ആ ഒരു ഇക്വേഷൻ്റെ അകത്ത് f(t)യുടെ സ്ഥാനത്ത് നമ്മൾ t² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് t²നും സെക്കൻഡ് ഫംഗ്ഷനായിട്ട് e⁻−st നമ്മൾ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ഐലേറ്റ് റൂൾ പ്രകാരം അപ്ലൈ ചെയ്ത് കൊടുത്ത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദി സെക്കൻഡ് ഫംഗ്ഷൻ, അതായത് e⁻−st-യുടെ ഇൻ്റഗ്രൽ e⁻−st/-s ആണ് വരിക. അതിനുശേഷം 0 ടു ഇൻഫിനിറ്റി വരെ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മൈനസ് ഇൻ്റഗ്രൽ ഓഫ് വിത്ത് 0 ടു ഇൻഫിനിറ്റി വരെ ലിമിറ്റ് ഉണ്ട് ഇൻറ്റു 2 ഇൻറ്റു, അതായത് ഇവിടെ 2t കാണാൻ പറ്റും. 2t എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ആണ്, അതായത് 2t ഇൻറ്റു e⁻−st/-s, അതായത് സെക്കൻഡ് ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ ഇൻറ്റു dt. അതിനുശേഷം 0 ടു ഇൻഫിനിറ്റി വരെയുള്ള ഈ ഒരു വാല്യൂ നമ്മൾ സാധാരണ ലിമിറ്റ് അപ്ലൈ ചെയ്ത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 0 ആണ് ആൻസർ കിട്ടും. ഓക്കെ, അതിനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ അത് പറഞ്ഞിട്ടില്ലായിരുന്നു, ഞാൻ അതെന്താണെന്ന് ക്ലിയർ ആക്കി തരാം. അതായത് ലിമിറ്റ് t² e⁻−st/-s ആണ് ഇവിടെയുള്ളത്. നമ്മളിവിടെ അതായത് ലിമിറ്റ് b ടെൻഡ്സ് ടു ഇൻഫിനിറ്റി അപ്ലൈ ചെയ്യുകയാണ് വിചാരിക്കുക. 0 ടു b ആക്കിയിട്ട് എഴുതിയിട്ടുണ്ട്. ഇവിടെ ഇൻഫിനിറ്റി ആയിരുന്നു, ഇവിടെ b ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നത് കൊണ്ട് ഇവിടെ അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റി മാറ്റി നമ്മൾ b ആക്കി എഴുതിയിട്ടുണ്ട്. അതിനുശേഷം കോൺസ്റ്റൻറ്റ് ഞാൻ പുറത്തെടുക്കുക, -1/s ഇൻറ്റു ലിമിറ്റ് b ടെൻഡ്സ് ടു ഇൻഫിനിറ്റി t² e⁻−st എന്ന് പറഞ്ഞിട്ട് കിട്ടും. അപ്പോൾ ഇവിടെ 0 ടു b വരെയാണ് ലിമിറ്റ്. ഇനി ശ്രദ്ധിക്കുക ഞാൻ പറയുന്ന കാര്യം, അതായത് അപ്പർ ലിമിറ്റ് b ആണല്ലോ, നമ്മൾ ടിയുടെ സ്ഥാനത്തൊക്കെ b ഇട്ട് കൊടുക്കും. ഇവിടെയും എന്ത് വരും? b വരും, അതായത് b² വരും. b² ഇൻറ്റു e⁻−sb എന്ന് പറഞ്ഞിട്ട് വരും. അതിനുശേഷം ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പം t² ഇത് ഈ ഒരു കാര്യത്തിന് നമുക്ക് ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവരാം, കാരണം ഇവിടെ മൈനസ് ആണല്ലോ. അതായത് t²/e⁻st എന്ന് പറഞ്ഞിട്ട് വരും. ശരിക്കും പറഞ്ഞാൽ b ആണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് b²/e⁻sb എന്ന് പറഞ്ഞിട്ട് വരിക. ഇതിൻ്റെ ലിമിറ്റാണ് നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത്. ഇവിടെ ഈ ഒരു ലിമിറ്റ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ 0 ആണ് കിട്ടുക, കാരണം ന്യൂമറേറ്ററിലെ ടേമിനെക്കാളും വളരെ വലുതാണ് ഡിനോമിനേറ്ററിലെ വാല്യൂ. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അതായത് ആ റേഷ്യോ 0ലേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസി കാണിക്കും. അപ്പോൾ ഫസ്റ്റ് ആ ഒരു ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ, അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ വാല്യൂ 0 ആണ് വരുന്നത്. -1/s ഇൻറ്റു അപ്പർ ലിമിറ്റിൻ്റെ വാല്യൂ 0 ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം 0 ആണ് ലോവർ ലിമിറ്റ്, അത് നമുക്ക് ടിയുടെ സ്ഥാനത്ത് ഇട്ട് കൊടുക്കാം. ഇവിടെ 0 ആകും, അതായത് 0 ഇൻറ്റു t² സ്ഥാനത്ത് വരുമ്പോൾ 0² 0 തന്നെ, 0 ഇൻറ്റു e⁻0. ഇതിൻ്റെ വാല്യൂ എന്താണ്? e⁻0 1 ആണ് നമുക്കറിയാം, അതായത് 0 ഇൻറ്റു 1 വിച്ച് ഈസ് ഈക്വൽ ടു 0 തന്നെ കിട്ടും. അപ്പോൾ ഇവിടെ ലോവർ ലിമിറ്റിൻ്റെ വാല്യൂം 0 തന്നെയാണ് കിട്ടുന്നത്. 0 - 0, അതായത് മൊത്തത്തിൽ ഇതിൻ്റെ വാല്യൂ 0 ആയി. അതുകൊണ്ടാണ് ഈ ഒരു ടേമിൻ്റെ വാല്യൂ നമ്മൾ നേരത്തെ 0 എന്ന് എഴുതിയത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് 0 കിട്ടി, പ്ലസ് ഇവിടെ കോൺസ്റ്റൻ്റ് ഉണ്ട് 2 അതായത് -2/s ആണ് കോൺസ്റ്റൻറ്റ്, പുറത്ത് വരുമ്പം 2/s ആയിട്ട് മാറും. ശേഷം ലിമിറ്റ് b ടെൻഡ്സ് ടു ഇൻഫിനിറ്റി 0 ടു b വരെ ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റും കൂടി അപ്ലൈ ചെയ്ത് അകത്തുള്ള ആൾക്കാരെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. നെക്സ്റ്റ് സ്റ്റെപ്പിൽ 2/s ഇവിടെ എഴുതിയിട്ടുണ്ട്. ഈ ഒരു കംപ്ലീറ്റ് ടേമും ലാപ്ലേ ഓഫ് ടിന് ഈക്വലാണ്. അതായത് ലാപ്ലേ ഓഫ് ടിയുടെ ആ ഒരു ഇക്വേഷനാണ് ഈ ഒരു കാര്യം. ലാപ്ലേയുടെ ആ ഒരു ഇക്വേഷൻ്റെ അകത്ത് നമ്മൾ ടിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു വാല്യൂ ഇത് ലാപ്ലേ ഓഫ് ടിനോട് ഈക്വലാണ്. അതുകൊണ്ട് ഈ ഒരു ടേമിന് നമുക്ക് ലാപ്ലേ ഓഫ് ടി വെച്ച് റിപ്ലേസ് ചെയ്യാം, വിച്ച് ഈസ് ഈക്വൽ ടു 2/s ഇൻറ്റു ലാപ്ലേ ഓഫ് ടി എന്താണ്? 1/s² ആണ്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2/s³ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആൻസർ കിട്ടും. അതായത് ലാപ്ലേ ഓഫ് t² എന്ന് വെച്ച് കഴിഞ്ഞാൽ 2/s³ ആണ്. ലാപ്ലേ ഇൻവേഴ്സിനെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ചില ഫംഗ്ഷൻ്റെ ലാപ്ലേയും കാര്യങ്ങളും നേരത്തെ ഓർത്ത് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ചില ടൈപ്പ് ഫംഗ്ഷൻ്റെ ലാപ്ലേകൾ നമ്മൾ തീർച്ചയായും പഠിച്ചു വെക്കണം. നമ്മൾ ഇന്ന് പറഞ്ഞ എക്സാമ്പിളും അതുപോലെ തന്നെ കഴിഞ്ഞൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ലാപ്ലേയിൽ പഠിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുന്ന ഒരാളാണെങ്കിൽ ചില ലാപ്ലേകൾ നേരത്തെ ഓർത്ത് വെക്കുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇനി നമുക്ക് ലാപ്ലേ ഓഫ് e⁻at കണ്ടെത്താം. ഇത് വരുന്നത് ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി e⁻at e⁻−st dt ആണ്. അതായത് ലാപ്ലേ ട്രാൻസ്ഫോം കാണേണ്ട ആ ഒരു ഇക്വേഷനിലേക്ക് നമ്മൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ടുണ്ട്. അടുത്തൊരു സ്റ്റെപ്പിൽ ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇവിടെ രണ്ടും ആയതുകൊണ്ട് തന്നെ അതിൻ്റെ പവറിനെ നമുക്ക് ആഡ് ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. അതുകൊണ്ട് നമുക്കതിനെ at-st dt എന്ന് പറഞ്ഞിട്ട് എഴുതാം. അതായത് ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇവിടെ t കോമൺ ആണ് ആ ഒരു പവറിൽ, അതുകൊണ്ട് ടീനെ പുറത്തെടുക്കാം.
ടി ഇൻറ്റു എ മൈനസ് എസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടും വിത്ത് ഡി ടി. അടുത്തൊരു സ്റ്റെപ്പിൽ ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ ടു ദി പവർ നമുക്കിവിടെ മൈനസ് എന്ന് പറയുന്ന ആ ഒരു ടേമിനെയും കൂടി പുറത്തേക്ക് എടുക്കാം. അപ്പോൾ മൈനസ് ടി ഇൻറ്റു എസ് മൈനസ് എ എന്ന് പറഞ്ഞിട്ട് കിട്ടും വിത്ത് ഡി ടി കൂടി, വിച്ച് ഇംപ്ലൈ ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി. അപ്പോൾ ഇവിടെ നമുക്ക് ലിമിറ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതായത് ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ 0 ടു ബി ഇ ടു ദി പവർ മൈനസ് ടി എസ് മൈനസ് എ ഡി ടി. ഇനി നമുക്ക് ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് സോൾവ് ചെയ്താൽ മതി. ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ഇ ടു ദി പവർ എസ് മൈനസ് എ ഇൻറ്റു ടി എന്ന് പറഞ്ഞിട്ട് ഇതിനെ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതുന്നുണ്ട്. അതായത് കോൺസ്റ്റൻറ്റിനെ ഫസ്റ്റ് എഴുതി, അതിനുശേഷം നമ്മൾ വേരിയബിൾ ടീനെ എഴുതി. ഡിനോമിനേറ്ററിൽ മൈനസ് എസ് മൈനസ് എ എന്ന് പറഞ്ഞിട്ട് വരും. അതിനുശേഷം ന്യൂമറേറ്ററിലാണ് ടി ഉള്ളത്, അതുകൊണ്ട് അവിടെ മാത്രമായിട്ട് നമുക്ക് 0 ടു ബി വരെ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ആൻസർ എങ്ങനെയാണ് വരുമോ നോക്കാം. ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ഇ ടു ദി പവർ മൈനസ് എസ് മൈനസ് എ ഇൻറ്റു ബി മൈനസ് ഇ ടു ദി പവർ 0 ഹോൾ ഡിവൈഡഡ് ബൈ മൈനസ് എസ് മൈനസ് എ. അതിനുശേഷം ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി, ഇവിടെ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആൻസർ എന്താ വരുമോ നോക്കാം. ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ഫസ്റ്റ് ടേമിൻ്റെ വാല്യൂ 0ലേക്കാണ് പോവുക, അതുകൊണ്ട് തന്നെ 0 എന്ന് പറഞ്ഞിട്ട് എഴുതാം. മൈനസ് ഇ ടു ദി പവർ 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ആണ്. കോൺസ്റ്റൻറ്റിൻ്റെ ലിമിറ്റ് എപ്പോഴും ആ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ തന്നെയായിരിക്കും. ഇവിടെ 1 ആണല്ലോ, അതുകൊണ്ട് 1 തന്നെ ആൻസർ വരും. ഡിനോമിനേറ്ററിൽ മൈനസ് എസ് മൈനസ് എ ആണുള്ളത്. ഫൈനൽ റിസൾട്ടിൽ ഈ മൈനസും ക്യാൻസൽ ആകും. അതുകൊണ്ട് എസ് മൈനസ്, അതായത് 1/s മൈനസ് എ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഫൈനൽ റിസൾട്ട് കിട്ടും. അതുകൊണ്ട് ലാപ്ലേ ഓഫ് ഇ ടു ദി പവർ എ ടിയുടെ വാല്യൂ എന്താണ്? 1/s മൈനസ് എ ആണ്. അതുപോലെ തന്നെ ലാപ്ലേ ഓഫ് ഇ ടു ദി പവർ മൈനസ് എ ടി കൂടി നമുക്ക് കണ്ടെത്താനുണ്ട്. ഇതിൻ്റെ ആൻസർ ജസ്റ്റ് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. 1/s പ്ലസ് എ ആണ് വരിക. അപ്പോൾ ഇവിടെ സംഭവിച്ചെന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എ ആണെങ്കിൽ ഇവിടെ മൈനസ് എ ആണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ലാപ്ലേ ഓഫ് മൈനസ് എ, അതായത് ഇ ടു ദി പവർ മൈനസ് എ ടി ചെയ്യുമ്പോൾ ഇവിടെ മൈനസ് എ ആണ്, ആൻസർ എ ആണ് വന്നിട്ടുള്ളത്. ഞാൻ ഈ ഒരു കാര്യം പറയാനുള്ള റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇൻവേഴ്സ് ലാപ്ലേയിലേക്ക് കടക്കുമ്പം നമുക്ക് ഈ ഒരു കാര്യം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം ഈ പ്ലസും മൈനസും വെച്ചിട്ടാണ് നമ്മൾ ആരാണ് ഈ ലാപ്ലേ എന്ന് നോക്കുന്നത്. അപ്പോൾ നമുക്കത് ഇൻവേഴ്സിലേക്ക് കടക്കുമ്പോൾ പറയാം. ഇപ്പം ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തന്നു എന്ന് മാത്രം. അപ്പോൾ എന്തായാലും നമ്മൾ ലാപ്ലേ ഓഫ് ഇ ടു ദി പവർ മൈനസ് എ ടി ഇന്നത്തെ ഒരു വീഡിയോയിൽ ചെയ്യുന്നില്ല. കാരണം ലാപ്ലേ ഓഫ് ഇ ടു ദി പവർ എ ടി നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എയുടെ സ്ഥാനത്ത് മൈനസ് വരുന്നു എന്നുള്ള ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. നിങ്ങൾ തന്നെ ഈ ഒരു കാര്യം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസർ നിങ്ങൾക്കും കണ്ടെത്താൻ വേണ്ടി കഴിയും. അപ്പോൾ തീർച്ചയായും ഒന്ന് വർക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകും നമ്മൾ വിചാരിക്കുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞൊരു വീഡിയോ നിങ്ങൾ കാണാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കാണണം. കാരണം അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. വീഡിയോ പറ്റിയിട്ടുള്ള ഇന്നത്തെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ തീർച്ചയായും കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം.